ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. അപ്പോൾ ഇന്ന് ഒരു തേഴ്സ്ഡേ വ്ളോഗാണ്. സയാൻക്ക് സ്കൂളുള്ള ദിവസമാണ്. സോ മോർണിംഗ് നമ്മൾ ലഞ്ച് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ കാലത്ത് എണീറ്റപ്പോൾ തന്നെ അരിയിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കൂട്ടിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ്, വഴുതിരിങ്ങ, വാഴയ്ക്കൊക്കെ കൂടിയിട്ട് ഒരു കൂട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സംഭവം കൂടി റെഡിയാക്കിയിട്ട് അടുപ്പത്ത് വെച്ചാൽ ഏകദേശം വർക്ക് ഓവറാവും. പിന്നെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് റൂമിൽ നിന്ന് സൗണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ 2 കുട്ടൂസുകളും ഉറങ്ങി എണീറ്റിട്ടുണ്ട്. എണീറ്റ് തന്നെ അവരുടെ പരിപാടിയൊക്കെ ഒന്ന് തുടങ്ങി. അപ്പോൾ ഇതിനിടയ്ക്ക് വേഗം കൊണ്ടുപോയി സയാനെ ബ്രഷ് ചെയ്ത് നമുക്ക് അവനൊന്ന് സ്കൂളിലേക്ക് റെഡിയാക്കി വിടാം. ഇതാ ആളിപ്പോൾ റെഡിയാവാൻ പോവുകയാണ്. യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്ത് ഹെയറൊക്കെ ചീവി അവൻ റെഡിയാവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേഗം പോയി നമ്മുടെ ലഞ്ച് ബോക്സും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ നമ്മൾ അവന് ചോറാക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഞാൻ അവന് ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറ് മാത്രമേ കൊടുക്കാറുള്ളൂ. ടിഫിൻ ഐറ്റംസ് ഒന്നും കൊടുത്തു വിടാറില്ല, മാക്സിമം കൊടുക്കാറില്ല. അപ്പോൾ റൈസിലേക്ക് നമ്മളിന്ന് തക്കാളി കറിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തക്കാളി കറിയും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളുണ്ടാക്കി നമ്മുടെ കൂട്ടും കൂടി സെപ്പറേറ്റ് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ്. അപ്പോൾ കൂടെ തന്നെ നമ്മൾ സ്നാക്സ് ബോക്സും കൂടി റെഡിയാക്കണം. അവനിന്ന് ബ്രെഡ് ചൂടാക്കി മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ സെറ്റായി. നമ്മളിനി അതൊക്കെ കൊണ്ടുപോയി വെച്ച് ഇനി ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ദോശയും അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തക്കാളി ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി നമ്മൾ ലഞ്ച് ബോക്സും പാക്ക് ചെയ്ത് ബാഗും ഒക്കെ റെഡിയാക്കി പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബസ് വരാനുള്ള കാത്തിരിപ്പിലാണ്. ബസ് വരാൻ ഒരു 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റിന് മുമ്പ് ഞാൻ എല്ലാ പണിയും തീർത്ത് അവനോട് വെറുതെ ഇരുത്തും. അപ്പോൾ അവൻ്റെ ബാഗിട്ട് ലഞ്ച് ബോക്സും പിടിച്ച് റെഡിയാവുകയാണ്. ബസ് വന്നാൽ കയറി പോവുക. ബസ് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ വരും. സോ നമുക്ക് വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമൊന്നുമില്ല. സോ ബസ് വരാൻ സമയമായി. ഇനി അവൻ പോവാണ്. പോകുന്ന മുമ്പ് വെറുതെ അതും ഇതൊക്കെ പറഞ്ഞ് അവൻ വാചകം അടിക്കും. നീ ഈവനിങ് അല്ലേ കാണാൻ പറ്റുള്ളൂ അതിൽ. അപ്പോൾ ഇതാ ബസ് വന്നു, ആൾ പോവാണ്. അപ്പോൾ ഇതാ നമ്പർ 1 പോയി കഴിഞ്ഞാൽ അടുത്തത് നമ്പർ 2. ഇനി നമ്പർ 2ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് റെഡിയാക്കണം. പുള്ളിക്കാരത്തി കാക്കു പോയതിൻ്റെ തിരക്കില്ല, സന്തോഷമാണോ എന്തോന്നറിയില്ല, നല്ല ചിരിയാണ്. അപ്പോൾ ആൾക്ക് നമ്മൾ റാഗിക്കൂള് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ റാഗി നന്നായി അടിച്ച് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. ആ പാലിൽ നമ്മളിപ്പോൾ പനങ്കൽക്കന്നും കൂടി ഇട്ടിട്ട് ചൂടാക്കി നമുക്ക് അവൾക്കുള്ള കുറുക്കും കൂടി റെഡിയാക്കി എടുക്കാം. മാക്സിമം ഞാൻ മോർണിംഗ് ടൈമിൽ അവൾക്ക് റാഗിയുടെ കുറുക്കാണ് കൊടുക്കാറ്. അവൾക്കിപ്പം 8 മന്ത്സ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. പക്ഷേ ഞാൻ വേറെ ഫുഡ്സൊന്നും അധികം ട്രൈ ചെയ്തിട്ടില്ല. അവൾക്ക് മാക്സിമം റാഗിയാണ് കൊടുക്കാറ്, പല്ലൊന്നും വരാത്തത് കൊണ്ട്. അപ്പോൾ ഇതാ പുള്ളിക്കാരത്തി കാക്കോടെ ടോയ് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറുക്ക് ചൂടാറി കഴിഞ്ഞാൽ ആൾക്ക് കൊടുത്താൽ പിന്നെ ആളിനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുത്താൽ നമ്മൾ ഇയാളെയും കൂടി ഒന്ന് ഉറക്കിയാൽ നമ്മുടെ ഏകദേശ പണി കഴിയും. മെയിൻ ഇതാണല്ലോ, 2 മക്കളെ റെഡിയാക്കി വിടുന്നതാണല്ലോ ഏറ്റവും വലിയ പാട്. സോ നമുക്ക് കുട്ടിക്ക് കൂളൊക്കെ കൊടുത്ത് അവളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് വരാം. ഇതങ്ങനെ പുള്ളിക്കാരത്തി കുറുക്കൊക്കെ കഴിച്ച് കുളിച്ച് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മിനുക്ക് പണികളൊക്കെ ചെയ്തെടുക്കാവേ. എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്ത് പിരിയൊക്കെ എഴുതി ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പുള്ളി പോയിട്ട് എന്താ ചെയ്യുക, നല്ലൊരു ഉറക്കം 1 മണിക്കൂർ. ഇതാ ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മോളിനി നന്നായി ഉറങ്ങട്ടെ. നമുക്ക് ഇനി ഒരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.